കെ മുരളീധരൻ തോറ്റാൽ തന്റെ കാർ നൽകും എന്ന പന്തയം പാലിക്കുമെന്ന് ചാവക്കാട് സ്വദേശി ബൈജു തെക്കൻ. നാളെ കാർ കൈമാറും. വിജയിക്കുമെന്ന് അടിയുറച്ച വിശ്വാസമുണ്ടായിരുന്നതിനാലാണ് പന്തയം വെച്ചതെന്നും ബൈജു മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. സുരേഷ് ഗോപി ഇവിടെ ജയിക്കുകയാണെങ്കിൽ എന്റെ KL 46T 3622 എന്ന വാഗനർ സുരേഷ് ഗോപി ജയിച്ചാൽ ഞാൻ ചില്ലി സുനിക്ക് ഈ വണ്ടി കൈമാറുന്നതാണ്. ഈ പന്തയം വെക്കുന്ന സമയത്ത് എന്തായിരുന്നു മനസ്സിൽ? പന്തയം വെക്കുന്ന നേരത്ത് കെ മുരളീധരൻ 100% ഇവിടെ വിജയിക്കുമെന്നായിരുന്നു. തീർച്ചയായും ആ വലിയ പ്രതീക്ഷയോടുകൂടി എൻ്റെ സുഹൃത്ത് തന്നെയാണ് BJP പ്രവർത്തകനും കലാകാരനുമായ ചില്ലി സുനിയുമായി ഒരു സംവാദത്തിൽ ഏർപ്പെടുകയുണ്ടായത്. അതൊരു ബെറ്റിലേക്ക് കലാശിച്ചു. അദ്ദേഹം സുരേഷ് ഗോപി ജയിക്കുമെന്നും സുരേഷ് ഗോപി ജയിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഷിഫ്റ്റ് ഡിസൈനർ കാറ് എനിക്കും, മുരളീധരൻ ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അദ്ദേഹത്തിനും, സുരേഷ് ഗോപി ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ കാർ അദ്ദേഹത്തിന് കൊടുക്കണം. അങ്ങനെയുള്ള ഒരു ബെറ്റാണ് ഇവിടെ നടന്നത്. തീർച്ചയായും വലിയ പ്രതീക്ഷയോടുകൂടി ഇരുന്നിരുന്ന എന്നെ പോലുള്ള സാധാരണ പ്രവർത്തകർ വളരെ നിരാശരാണ്. നേതൃത്വം തന്നെ വളരെ മോശമായ രീതിയിലാണ് പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ ഇലക്ഷൻ സമയത്ത് കുറേ ഭാരവാഹികളെ കുത്തിക്കയറ്റലും അതിൽ കുറേ ആളുകൾ നിരുത്സാഹപ്പെടുകയും പുതിയ ആളുകൾക്ക് അപ്പോയിൻമെൻറ്റ് കൊടുക്കുകയൊക്കെ ഉണ്ടായത് പാർട്ടി ഭാരവാഹിത്വത്തിലേക്ക്. അപ്പോൾ ഈ സമയങ്ങളിലൊക്കെ ഒരു പുനർസംഘടന നടത്തുന്ന പോലെ കുറേ ആളുകളെ തള്ളിക്കയറ്റുക, അതിൽ കുറേ ആളുകൾ നിരുത്സാഹരാണ്. മൊത്തത്തിൽ പാർട്ടി തൃശ്ശൂർ ജില്ലയിൽ വളരെ വീക്കാണ്. നേതൃത്വ മാറ്റം തന്നെയാണ് എന്നെപ്പോലുള്ള സാധാരണ പ്രവർത്തകർ ആഗ്രഹിക്കുന്നത്. ഇനിയിപ്പോൾ കാറ് നൽകുന്നതുമായി ബന്ധപ്പെട്ട് നാളെ കാലത്ത് കാറ് കൈമാറും. എൻ്റെ സൈൻ ലെറ്ററൊക്കെ തയ്യാറായി കഴിഞ്ഞു. എന്തായാലും അദ്ദേഹത്തിന് നാളെ എവിടെ വെച്ചിട്ടാണോ ബെറ്റ് നടന്നത്, ശ്രീ നാഗേക്ഷി ക്ഷേത്ര പരിസരത്ത് വെച്ചിട്ട് തന്നെ അദ്ദേഹത്തിന് കാറ് കൈമാറും. ഇങ്ങനൊരു ബെറ്റ് വെച്ചതിന് ശേഷം സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും ഒക്കെ എന്താ പറഞ്ഞത്? ഇത്തരം വലിയ ഒരു ബെറ്റിലേക്ക് കടക്കാൻ പാടില്ലായിരുന്നു എന്നൊക്കെ അവരുടെ ഒരു ഉപദേശമൊക്കെ ഉണ്ടായി. പക്ഷെ എന്തായാലും വാക്കാണല്ലോ പ്രധാനം. ഖേദം തോന്നുന്നുണ്ടോ? ബെറ്റിനെ കുറിച്ച് ഖേദമല്ല, കെ മുരളീധരൻ പരാജയപ്പെട്ടതിൽ വളരെ വിഷമമുണ്ട്. ഇത്രയും വലിയൊരു കാറൊക്കെ നൽകുന്നതിലേക്ക് എങ്ങനെ എത്തിപ്പെട്ടത് ശരിക്കും? അത് ഞാൻ കാറായിട്ടാണ് ഇന്നലെ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നത്, അദ്ദേഹം കാറായിട്ടാണ് പുറത്തിറങ്ങിയത്. അങ്ങനെ ചായ കുടിക്കുന്ന നേരത്തുണ്ടായ ഒരു സംവാദത്തിൻ്റെ ഇടയിൽ വന്ന ഒരു ബെറ്റാണ്. കാറ് നാളെ കൈമാറുമെന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ഈ കാറ് നഷ്ടപ്പെടുന്നതിനേക്കാൾ കൂടുതൽ ഈ തങ്ങൾ വിശ്വസിച്ച സ്ഥാനാർത്ഥിക്ക് ഈ തോൽവി ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും അദ്ദേഹത്തെ വേദനിപ്പിക്കുന്നതെന്നാണ് പറയുന്നത്. സുജി പട്ടാമ്പിക്കൊപ്പം MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശ്ശൂർ.